വിവാദ നായിക എന്നാണ് ഇപ്പം പലരും പറഞ്ഞു കേൾക്കുന്നത്. വിവാദ നായികയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. വിവാദമാണെങ്കിലും നായികയാണല്ലോ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇപ്പോഴും മെയിൻ ആയിട്ട് ഇരിക്കണം എന്നാണ് ചെറിയ ആഗ്രഹം മാത്രമേ. കല്യാണ വീട്ടിൽ പോയാ കല്യാണ ചെറുക്കനാവണം, മരണ വീട്ടിൽ പോയാ പെട്ടിക്കകത്ത് കിടക്കണം. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. അനീഷേട്ടനായിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് അനുമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. അനുമോളോട് സത്യത്തിൽ എന്തെങ്കിലും അസൂയയോ കുശുമ്പോ സത്യമാണെങ്കിലും എനിക്ക് സാർ എങ്ങനെ സംസാരിക്കാൻ വരുമ്പോ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ എന്റെ ചെയ്തോ വികാരം എന്തായിരുന്നു? എനിക്ക് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് മിണ്ടാൻ വൈരാഗ്യ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ഇഗ്നോർ ചെയ്ത് വിടും. അച്ഛന്റെ ഓട്ടോയെ കുറിച്ച് മസ്താനി പറഞ്ഞത് ഹൗസിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് പൊളിഞ്ഞു. എനിക്കറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഫീൽഡിൽ പിടിച്ചിരിക്കും? ഓട്ടോ എന്ന് പറയുന്നതിൽ അത്ര വിഷമോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് അത്ര ട്രിഗറായത്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഈ മസ്താനി ഒരുമാതിരി ആക്കിയ രീതിയില് ചാച്ചന്റെ ഓട്ടോയിലല്ലേ പോയതെന്ന് പറഞ്ഞപ്പോ എനിക്ക് പൊളിഞ്ഞു. ഞാൻ നേരത്തെ ചാച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് വേണ്ടാത്ത ചോദ്യങ്ങൾ തന്നെ ചോദിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രിഗർ ചെയ്യാൻ വേണ്ടി തന്നെ ചോദിച്ചത്. എനിക്ക് ട്രിഗർ ആയില്ല, സോറി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? എന്റെ ഒരു നേച്ചർ, ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പൊ കണ്ടതേ ഉള്ളെങ്കിൽ പോലും ഞാൻ ഭയങ്കര കമ്പനി ആവുന്ന ഒരാളാണ് ഞാൻ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടൂന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. ആരൊക്കെ തല്ലി ഓടിക്കുന്നവരൊക്കെ പറയുന്നത് അത് ചിലപ്പോ ഓടിച്ചെന്നിരിക്കും, അത് ചിലപ്പോ തല്ലി ഓടിച്ചെന്നിരിക്കും. ഞാനത് ചെയ്യും. ഒരു കോട്ടയംകാരി അച്ചായത്തിയുടെ ഒരു സമീപനമാണ്. RJ ബിൻസി അങ്ങനാണ്. ചിന്തനമില്ലാതെ വന്നപ്പോ ആ കുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നതാണ്. തമ്പുരാൻ ക്ഷമിക്കാ, പാവമാ. അത്ര പാവമൊന്നുമല്ല. കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ 4 MA പഠിക്കണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിച്ചത് എന്താണ് മസ്താനി? ചാച്ചന് ഓട്ടോക്കാരാന്ന് പറയുന്നത് ഒരു അപമാനിക്കുന്ന കാര്യമാണോ? മസ്താനി പറഞ്ഞ ടോണിലാണ് പ്രശ്നം. അതാണ് പറഞ്ഞ കാഴ്ചപ്പാടിന്റെ പ്രശ്നം. എന്ത് ടോൺ? ഓരോ വ്യക്തികൾ സംസാരിക്കുന്നത് അവരുടെ ടോണിലായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ചാച്ചനില്ലാന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. അതിന്റെ കേടാണ് ആ കുട്ടി അവിടെ പറഞ്ഞത്. അതൊരു മോശം സ്റ്റേറ്റ്മെന്റ്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അല്ല, മസ്താനി സ്വാഭാവികമായിട്ടും മസ്താനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം, ഉപേക്ഷിച്ചു പോയതാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായി കാണും? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അപ്പന്റെ പേര് നശിപ്പിക്കാനുണ്ടായ ഒരു സന്തതി. ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ വ്യക്തിക്ക് എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് കൊടുത്താ കൊല്ലത്തും കിട്ടും. ഇങ്ങോട്ട് പറയുമ്പോ ആലോചിക്കണം, തിരിച്ച് അതുപോലെ കിട്ടും. 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ സോഡ് കുടിക്കാം.